ജനുവരി 9 വെള്ളിയാഴ്ച. ലൂക്ക 5:12-16 വരെ വാക്യങ്ങൾ. 1967 എ. വിൻസെൻ്റ് സംവിധാനം ചെയ്ത് റിലീസായ ഒരു മലയാള ചലച്ചിത്രമാണ് അശ്വമേധം. തോപ്പിൽ ഭാസിയുടെ അതേ പേരിലുള്ള നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമ. കുഷ്ഠരോഗം ബാധിച്ച സരോജം എന്ന സ്ത്രീയെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം. കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയ സരോജം സമൂഹത്തിലെ തിരസ്കരണത്തിനെതിരെ പോരാടുന്നു. നിരക്ഷരരായ സമൂഹത്തെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നു. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട കളങ്കത്തിനെതിരെ പോരാടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ സമൂഹത്താൽ തൊട്ടുകൂടാത്ത നിരാശനായ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, അങ്ങ് തിരുമനസ്സായാൽ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. ഞാൻ മനസ്സാകുന്നു എന്ന് യേശു മറുപടി നൽകുന്നു. എന്നിട്ട് അവനെ സ്പർശിക്കുന്നു. ആ സ്പർശനം ആ മനുഷ്യൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക മാത്രമല്ല, അവൻ്റെ അന്തസ്സ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. അവനെ പുറത്താക്കിയ ഒരു ലോകത്തിൽ യേശു അവനെ സ്വീകരിക്കുന്നു. മനുഷ്യൻ്റെ അവസ്ഥയെ വികസിതമായി വിശേഷിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ. ബൈബിൾ കാലങ്ങളിലെ കുഷ്ഠരോഗത്തിൽ വിവിധ ചർമ്മരോഗങ്ങൾ ഉൾപ്പെടുന്നു. ചിലത് വളരെ പകർച്ചവ്യാധിയായതും മറ്റുള്ളവ കൂടുതൽ ദോഷകരവുമാണ്. കുഷ്ഠരോഗികൾ പലപ്പോഴും പുറത്താക്കപ്പെട്ടവരായിരുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കാൻ നിർബന്ധിതരായി. അവർ പോകുന്നിടത്തെല്ലാം അശുദ്ധർ അശുദ്ധർ എന്ന് വിളിച്ചു പറയുകയും വേണം. യേശുവിൻ്റെ സൗഖ്യമാക്കാനുള്ള കഴിവുള്ള വിശ്വാസം ഈ മനുഷ്യൻ്റെ അപേക്ഷ കാണിക്കുന്നു. അദ്ദേഹം രോഗശാന്തി ആവശ്യപ്പെടുന്നില്ല, മറിച്ച് രോഗശാന്തി നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നു. കുഷ്ഠരോഗത്തെ പണ്ടത്തെ ഒരു രോഗമായി നാം പലപ്പോഴും കരുതുന്നുണ്ടെങ്കിലും അത് ഇന്ന് നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന ഇത് മൈക്കോബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയ മൂലമാണ് ഉണ്ടാവുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ഇത് സുഖപ്പെടുത്താൻ കഴിയും. ചർമ്മത്തിലെ നേരിയ ക്ഷതം മുതൽ കഠിനമായ നാഡീക്ഷതം, രൂപഭേദം എന്നിവ കുഷ്ഠരോഗത്തിന് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയും. കുഷ്ഠരോഗം പാപം മൂലമുണ്ടാകുന്ന വേർപിരിയലിനെയും അന്യവൽക്കരണത്തെയും പ്രതീകപ്പെടുത്തുന്നു. യേശുവിൻ്റെ രോഗശാന്തി ഇത് കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. രോഗശാന്തിക്കായി വിശ്വാസത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന ആരെയും യേശു ഒരിക്കലും നിരസിച്ചില്ല. മറ്റുള്ളവരെ ബാധിക്കുമെന്ന് ഭയന്ന കുഷ്ഠരോഗികൾ അവരെ സമീപിക്കാൻ പോലും പാടില്ലായിരുന്നു. എന്നിട്ടും യേശു കൈനീട്ടി ഈ കുഷ്ഠരോഗിയെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിൻ്റെ അടുക്കൽ സ്വതന്ത്രമായി വരാൻ കഴിയുമെന്ന് അവന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും എപ്പോഴും സൗഖ്യമാകാൻ അവൻ്റെ അടുക്കൽ വരാം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്? ഒരു രോഗത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷാദത്തിൻ്റെ ആണോ? ഒരു ഭാരമേറിയ കുരിശ്, അല്ലെങ്കിൽ ആ ഭാരം ഇറക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് യേശുവിൻ്റെ അടുക്കൽ വന്ന് നമ്മെ സുഖപ്പെടുത്താൻ അവനോട് അപേക്ഷിക്കുമോ? നമ്മെ വീണ്ടും സുഖപ്പെടുത്തണമെന്ന് നമുക്ക് പറയാമോ? ഇന്ന് നിങ്ങളുടെ അസുഖം എന്തായാലും അത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നമുക്ക് രോഗശാന്തി നൽകാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും നല്ല രോഗശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ,
CSSR from Kerala.